ഇതുമായി ചേർത്ത് വായിക്കാൻ കഴിയുന്ന മറ്റൊരു വാർത്ത കൂടി പരിശോധിക്കുകയാണ്. കിഫ്ബി മസാല ബോണ്ട് കേസിൽ ഇഡിക്ക് തോമസ് ഐസക്കിന്റെ മറുപടി. മസാല ബോണ്ട് ഇറക്കിയതിൽ തനിക്ക് മാത്രമായി ഉത്തരവാദിത്തമില്ല. മുഖ്യമന്ത്രി ചെയർമാനായ ഡയറക്ടർ ബോർഡാണ് തീരുമാനമെടുത്തത്. തനിക്ക് ധനമന്ത്രി എന്ന ഔദ്യോഗിക ഉത്തരവാദിത്തം മാത്രമെന്നും ഇഡിക്ക് നൽകിയ മറുപടിയിൽ തോമസ് ഐസക് പറയുന്നു. ഡാനി ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. ഡാനി, നമ്മൾ രാവിലെ ഈ വിഷയം പങ്കുവച്ചതാണ് പ്രേക്ഷകരുമായി. നേരത്തെ ഇത്തരത്തിൽ 4 തവണ നോട്ടീസ് നൽകിയപ്പോഴും തോമസ് ഐസക് പറഞ്ഞത് കൃത്യമായ രാഷ്ട്രീയമാണ് ഇതിനു പിന്നിൽ. കേന്ദ്ര സർക്കാർ അത് അവിടെ ഉപയോഗിക്കുന്നുവെന്നാണ് തോമസ് ഐസക് മാധ്യമങ്ങളെ കണ്ടപ്പോഴൊക്കെ പറഞ്ഞത്. ഇന്നിതാ നമ്മുടെ പ്രതിനിധി വി നൽകിയ അഭിമുഖത്തിലും പറയുന്നു ഇഡി ഇത്തരത്തിൽ സമൻസ് അയക്കി നോട്ടീസ് അയക്കുന്നതിലൊക്കെ കൃത്യമായ രാഷ്ട്രീയമുണ്ട് എന്ന് പറയുന്നു. അപ്പോഴാണ് ഇവിടെ ഇഡിക്ക് നൽകിയ വിശദീകരണത്തിൽ തോമസ് ഐസക് പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇതിന്റെ ഉത്തരവാദിത്തം ധനമന്ത്രിയായിരുന്ന തനിക്ക് മാത്രമല്ല, ഇതിന് മുഖ്യമന്ത്രി ചെയർമാനായ ബോർഡിന് കൂടി ഉത്തരവാദിത്തമുണ്ട് എന്ന് കൂടി മുഖ്യമന്ത്രിയുടെ തലയിൽ കൂടി വെക്കുമ്പോൾ സാങ്കേതികമായി മാത്രം കണ്ടാൽ മതിയോ? അതിനപ്പുറം നമുക്കതിൽ കാണേണ്ടേ? രഞ്ജിനി, ഇക്കാര്യത്തിൽ തോമസ് ഐസക്കിന്റെ മറുപടി വലിയ പ്രസക്തം തന്നെയാണ്. കാരണം ഒന്നുകിൽ അത് ഇഡിക്ക് ഒരു നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാങ്കേതികമായ ഒരു മറുപടി എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ അതിന് ഈ മറുപടിയിൽ പല രാഷ്ട്രീയ മാനങ്ങളും കടന്നു വരുന്നു. പലരും തന്നെ ഇതിനകം തന്നെ അത് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു. കാരണം ഇതിന്റെ ഉത്തരവാദി താൻ മാത്രമല്ല എന്ന് തോമസ് ഐസക് പറയുമ്പോൾ അതിൽ മറ്റ് പലർ കൂടി അതിലേക്ക് കടന്നു വരുന്നുണ്ട്. ആ ചിത്രം അങ്ങനെ കൂടിയാണ് മുഴുവനാക്കാനായിട്ട് കഴിയും. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഒരു അധ്യക്ഷത ഇതിന് ഉണ്ട്. ഒപ്പം തന്നെ മറ്റ് 15ഓളം അംഗങ്ങൾ ഉൾപ്പെടുന്നതാണ് ഇതിൻ്റെ ഒരു ബോർഡ് എന്ന് പറയുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. നേരത്തെ കിഫ്ബിയിലെ ഉയർന്ന ഉദ്യോഗസ്ഥർക്കടക്കം ഇതേ നോട്ടീസ് നൽകിയിട്ടുണ്ട്, ഇഡി നൽകിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും ഇങ്ങനെ ഒരു അധ്യക്ഷ സ്ഥാനത്ത് മുഖ്യമന്ത്രി അടക്കം ഉണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയിലേക്കൊന്നും വന്നില്ല. പക്ഷേ തോമസ് ഐസക്കിന്റെ മറുപടിയിലൂടെ ഇത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അത് ഇഡി ഉദ്യോഗസ്ഥരെ അടക്കം ഇത് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. കാരണം ഇതിൽ താൻ മാത്രമല്ല ഇതിനകത്ത് ഉള്ളത്, ഇതിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് താൻ സാങ്കേതികമായി ധനമന്ത്രി എന്ന രീതിയിൽ മാത്രമാണ് ഇതിലേക്ക് വരുന്നത്. ഇതിൽ ഉന്നത അധികാര സ്ഥാനത്തിരിക്കുന്നവരുണ്ട്, എല്ലാവരും കൂടി എടുത്ത തീരുമാനമാണ്. അതുകൊണ്ട് തന്നെയും ഇതിൽ തന്നെ മാത്രം ഇതിൽ ഒറ്റപ്പെടുത്തി ആക്രമിക്കേണ്ടതില്ല, തെരഞ്ഞു പിടിക്കേണ്ടതില്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് എന്നത് തന്നെയാണ് ഇതിലെ ഒരു അർത്ഥമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. എന്തായാലും ഇത് മറുപടിക്ക് ഇഡി മറ്റു വിശദീകരണങ്ങളോ അല്ലെങ്കിൽ മറ്റു മറുപടിയോ കാര്യങ്ങളോ നടപടികളിലേക്കോ ഒന്നും ഇഡി ഇപ്പോൾ കടന്നിട്ടില്ല. പക്ഷേ ഇനിയുള്ള നീക്കങ്ങൾ ഇഡിയുടെ വളരെ നിർണായകം തന്നെയായിരിക്കും. കാരണം ഇതിൽ തോമസ് ഐസക് ചൂണ്ടിക്കാണിക്കുന്നതനുസരിച്ചാണെങ്കിൽ മറ്റ് നടപടികളോ നോട്ടീസ് നൽകുന്നതോ ഇനി കൂടുതൽ വിപുലീകരിക്കേണ്ടതുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇഡി പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെയും ഇഡി മറ്റൊരു നീക്കം കൂടി നടത്തുന്നു. കാരണം ഈ മസാല ബോണ്ട് വിവാദത്തിൽ കൃത്യമായ രീതിയിൽ തന്നെ ഇതിൽ വിദേശ നാണ്യവിനിമയ ചട്ടം ലംഘിച്ചിട്ടുണ്ട് എന്ന് തങ്ങളുടെ വാദത്തിൽ ഇഡി ഉറച്ചു നിൽക്കുകയാണ്. ഈ കാര്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് കോടതിയിൽ ഒരു നീക്കം നടത്തിക്കൊണ്ട് ഈ കാര്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തിക്കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇഡി അടുത്ത നോട്ടീസോ അടുത്ത ചോദ്യം ചെയ്യാൻ വിളിക്കുന്നതോ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇഡി കടക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. തോമസ് ഐസക്കും ഇക്കാര്യത്തിൽ ഈ നോട്ടീസ് ചോദ്യം ചെയ്തുകൊണ്ട് വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കാനുള്ള ഒരു സജീവ സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും തോമസ് ഐസക്കിന്റെ മറുപടി വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നു. ഇഡി അതിന് നൽകുന്ന പ്രതികരണം അതെന്താണ് എന്നാണ് ഇനി അറിയേണ്ടത്. ഡാനി സൂചിപ്പിച്ച പോലെ ഇഡി എന്ത് മറുപടി ആയിരിക്കും ഇതിന് നൽകുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. ഒപ്പം ഇതിന് നിയമപരമായ വശങ്ങളുടെ 2 കൂട്ടരും പോകുമായിരിക്കും. എങ്കിലും ഡാനി, ഇതിലിപ്പോൾ ഇവിടെ വന്ന ഇത്രയും നാൾ പറഞ്ഞതിൽ നിന്ന് മറ്റൊരു പ്രതികരണമല്ലേ നമ്മളിപ്പോൾ തോമസ് ഐസക്കിന്റെ ഭാഗത്ത് നിന്ന് ഇഡിക്ക് നൽകിയ മറുപടിയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഐസക് എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെച്ചുള്ള ഒരു പ്രതികരണമാണോ? അങ്ങനെ സ്വാഭാവികമായി ഇതിലിപ്പോൾ ഇനി വരും മണിക്കൂറുകളിൽ അല്ലെ വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ പ്രതികരണങ്ങളും രാഷ്ട്രീയ വിമർശനങ്ങളും ഉയർന്നു വരാനുള്ള സാധ്യത കൂടിയില്ലേ? തീർച്ചയായും രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഉയർന്നു വരും, സ്വാഭാവികമായും ഉയർന്നു വരേണ്ടതുണ്ട്. കാരണം തോമസ് ഐസക് പറയുന്നത് ഒരിക്കലും തന്നെയും അദ്ദേഹം മുഖ്യമന്ത്രിയെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തതാണെന്ന് ന്യായമായും അദ്ദേഹം ഒരിക്കലും തന്നെ പറയില്ല. CPM ആ രീതിയിൽ തന്നെ ചിന്തിക്കുകയില്ല. പക്ഷേ അതിനപ്പുറം ഇതിൽ വേണമെങ്കിൽ ആ രീതിയിലേക്ക് കടന്നു ചെല്ലാൻ കഴിയുന്ന രീതിയിലുള്ള എല്ലാ വഴികളും തുറന്നിട്ടുകൊണ്ടുള്ള ഒരു മറുപടി തന്നെയാണ് ഇതെന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. കാരണം ഇതിൽ താൻ മാത്രമല്ല, ഇതിൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് മറ്റ് മുഖ്യമന്ത്രിയുണ്ട്, മറ്റ് ബോർഡംഗങ്ങളുണ്ട് എന്നതെല്ലാം പറയുമ്പോൾ തന്നെയും ഇഡി മറന്നുപോയെങ്കിൽ അത് ഓർമ്മപ്പെടുത്തുന്നു എന്ന രീതിയിലാണ് പലരും ഇപ്പോൾ അതിനെ കാണുകയും ചെയ്യുന്നത്. ഇഡി അത് ഏത് രീതിയിൽ കൈകാര്യം ചെയ്യുന്നു അല്ലെങ്കിൽ മുന്നോട്ടുള്ള ഇഡിയുടെ
ഇഡിയുടെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മുന്നോട്ട് പോക്കിൽ ഇ ഡി അതെങ്ങനെ കാണുന്നു എന്നതാണ് ഇനി അറിയേണ്ടത്. കാരണം ഇത് കൃത്യമായ രീതിയിൽ രാഷ്ട്രീയമായ ലക്ഷ്യങ്ങളോടുകൂടി ഉള്ളതാണെന്ന് CPM-ഉം അതോടൊപ്പം തന്നെ തോമസ് ഐസക്കും ഇതിൽ പലകുറിയായി പറഞ്ഞു വെക്കുന്നു. പലപ്പോഴും അത് കോടതിയിലെത്തുമ്പോഴടക്കം നേരത്തെ ആദ്യഘട്ടത്തിൽ ഉള്ള നോട്ടീസ് ചോദ്യം ചെയ്ത് കോടതിയിലെത്തിയപ്പോഴെല്ലാം തന്നെ തോമസ് ഐസക് പറഞ്ഞതും ഇത് തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രം നീങ്ങുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് തന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ ആദ്യ നോട്ടീസിൽ ചോദിച്ചിരിക്കുന്നു എന്ന് തോമസ് ഐസക്കിനെ കോടതിയിൽ സ്ഥാപിച്ചെടുക്കാനും കഴിഞ്ഞിട്ടുണ്ട്. കോടതി അത് ശരിവെക്കുകയും ആദ്യ നോട്ടീസായി ഇ ഡിക്ക് പിൻവലിക്കേണ്ടിയും വന്നിരിക്കുന്നു. വീണ്ടും ഇ ഡി ഇതേ രീതിയിൽ തന്നെ അന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോഴാണ് തോമസ് ഐസക് ഈ മറുപടി നൽകിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇവിടെ അധ്യക്ഷ സ്ഥാനത്ത് ഒരാളുണ്ട്, അത് മുഖ്യമന്ത്രിയായിരുന്നു. താൻ ഒറ്റയ്ക്കല്ല ഈ തീരുമാനമെടുക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നതാണ്. മാത്രവുമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇ ഡിക്ക് മുന്നിൽ ഒരു വാതിൽ തുറന്നിടുകയാണെന്ന പലരും വിമർശനത്തോടുകൂടി തന്നെ കാണുന്നു. അത് ഇ ഡി അത് ഏത് രീതിയിൽ ഏറ്റെടുക്കുന്നു എന്നതാണ് അറിയേണ്ടത്. രഞ്ജിനി. ഡാനി പോളാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും